ഇത് മാസ് മോട്ടോഴ്സിനാണ് ഹീറോ ഹോണ്ടയുടെ ഡ്രീം യുഗിയാണ് കേട്ടോ വണ്ടി. നമുക്ക് വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞത് ചെയിൻ സ്പോക്കറ്റ് മാറ്റാനുണ്ട്, ഹെഡ്ലൈറ്റ് അടയ്ക്കുക, വെട്ടം പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന കംപ്ലൈൻറ്റ് ഉണ്ട്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, ആക്സിലേറ്റർ ചെക്കപ്പ്, ക്ലച്ച് കേബിൾ ചെക്കപ്പ്. അപ്പോൾ അതിനകത്ത് ആക്സിലേറ്റർ കേബിൾ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. ക്ലച്ച് കേബിൾ വലിയ കുഴപ്പമില്ല, ക്ലച്ച് കേബിൾ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യണം. ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചെയിൻ സ്പോക്കറ്റ് അതിൻ്റെ ഈ ഡാമ്പർ റബ്ബറുകൾ കൂടി മാറ്റിയിടണം കേട്ടോ, ഈ റബ്ബറുകൾ പൊട്ടി കിടക്കാം. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ കിടക്കുന്നത് ഒറിജിനലൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡറാണ്. തൽക്കാലം നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം, കുറച്ചുകൂടി ഓടാം. ഇത് കിടന്ന് ഓടുന്തോറും ഈ പൊടിയുടെ പ്രശ്നം കാണിക്കും. അതായത് വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് ലൈൻഡറിൻ്റെ ഉണ്ടോ. മാറ്റി ഇടുന്ന സമയത്ത് കമ്പനി ഒറിജിനലൊക്കെ ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഈ സൈഡിലൊക്കെ ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ടാവും, ഓയിൽ സീലിൻ്റെ. അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. സ്പോക്കറ്റ് ഓയിൽ സീലിൻ്റെ മാത്രം ഉണ്ടാവും. ഈ സൈഡൊക്കെ ലീക്ക് ഉണ്ടാവും, നമ്മളൊന്നും ചെയ്യണം. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഴിക്കേണ്ടി വരും. ആ സ്പോക്കറ്റ് ഓയിൽ സീലിൻ്റെ കേസ് റെഡിയാക്കി ഇടുന്നുണ്ട്. പിന്നെ ആക്സിലേറ്റർ കേബിൾ ആയിട്ടുള്ളതുകൊണ്ട് അത് മാറ്റുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ലെവൽ കുറവ് കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഓയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളർ മാറിയിട്ടുണ്ട്. ഏകദേശം 3000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഓയിലും മാറ്റിക്കളയാം, അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഓയിലിൻ്റെ കേസിൽ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ പവർ ഇടയ്ക്ക് കട്ടായി പോകുന്നൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് പെട്ടെന്ന് കൂടും, ഹോൺ അടിക്കുന്ന സമയത്ത് പവർ വരും, അല്ലാത്തപ്പോൾ ഡിമ്മായി പോകുന്നൊരു കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മളിവിടെ വയറിങ്ങിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തു. നിലവിൽ വയറിങ് പൊട്ടൽ കാര്യങ്ങളൊന്നും നിലവിൽ കാണുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ അത്യാവശ്യം ഭാഗങ്ങളൊന്ന് ചെക്ക് ചെയ്തതാണ്. പ്രത്യക്ഷത്തിൽ അത് ഇന്ന കംപ്ലയിൻറ്റ് കൊണ്ടാണ് അതുമേ ആ പ്രോബ്ലം കാണിക്കണേന്നുള്ളത് കാണിച്ചു തരാനായിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് നമുക്ക് അതിനകത്ത് കാണുന്നില്ല. അത് സാധാരണ രീതിയിൽ എർത്തിങ്ങിൻ്റെ പ്രശ്നമൊക്കെ വരുമ്പോഴാണ് ആ പ്രോബ്ലം വരാം. അപ്പോൾ അഡീഷണൽ ഒരു എർത്തൊക്കെ കൊടുത്ത് നിർത്താം നമുക്ക്. അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയുടെ സമയം ഉണ്ടെങ്കിലാണ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയത്തെ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ഹെഡ്ലൈറ്റിൻ്റെ കേസ് ഞാനൊരു ഉറപ്പ് പറയണില്ല, കാരണം എന്താ കംപ്ലയിൻ്റ് എന്നുള്ള കേസ് കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. എന്നാലും വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ഞാനൊന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടുള്ളൂ. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കളർ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അത് കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ മാറ്റി കളയാം. കളർ നോക്കി 100% നമുക്ക് ഓയിലിൻ്റെ കേസ് പറയാനായിട്ട് പറ്റില്ല. കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് എഞ്ചിൻ ഓയിൽ മാറ്റേണ്ടത്. അപ്പോൾ എഞ്ചിൻ ഓയിൽ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല, ബാക്കിയത്തെ വർക്കാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യട്ടെ. ഏകദേശം ഒരു 6:30-7 മണിക്കുള്ളിലാണ് ആവുള്ളൂ. ഓക്കെ.